ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2025 ALP നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന ടൈം തൊട്ട് നമ്മളോട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2025 ALPക്കായിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എല്ലാ സബ്ജക്ട്സിനും ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ ALPക്ക് ഫസ്റ്റ് ഒരു CBT 1 എക്സാം ഉണ്ട്. പിന്നീട് CBT 2ൻ്റെ CBT 1 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് CBT 2ൻ്റെ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് CBT 1നായിട്ട് നമുക്ക് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, അതേപോലെ ജനറൽ അവയർനെസ് ഉണ്ട്. ഇങ്ങനെ 4 ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പം ഈ ടോപ്പിക്സിലൊക്കെ ഏത് ബുക്ക് റെഫർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആദിത്യരഞ്ജൻ സാറിൻ്റെ ഫോർമുല ബുക്ക്, ഇതിനകത്ത് നമ്മൾക്ക് ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ് നോട്ട്സ് പോലെ കൺസെപ്റ്റും ഷോർട്ട് ട്രിക്സുകളും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ബേസ് തൊട്ട് വേണ്ടവർക്ക് അത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. പിന്നീട് വരുന്നത് YCTയുടെ മാത്സിൻ്റെ ബുക്കാണ്. YCTയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ചെയ്തുകൊണ്ടുള്ള ബുക്കാണത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിനായിട്ട് നമുക്ക് വേറൊരു സോഴ്സിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരില്ല YCTയുടെ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ. അപ്പം അതിൽ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ബേസ് വേണ്ടവർക്ക് ഇത് യൂസ്ഫുൾ ആവത്തില്ല. പക്ഷേ ബേസ് ഒക്കെ ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മതി എന്നുള്ളവർക്ക് YCTയുടെ ബുക്ക് നല്ലൊരു ചോയ്സ് ആണ്. അപ്പം YCTയുടെ ലേറ്റസ്റ്റ് എഡിഷൻ വാങ്ങുക. കാരണം അപ്പം ലാസ്റ്റ് കഴിഞ്ഞ എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻസ് അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നീട് വരുന്നത് പിനാക്കളിൻ്റെ റെയിൽവേ മാത്സിൻ്റെ ബുക്കാണ്. ഇതിലും നമുക്ക് ബേസ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വാങ്ങുക. ഇത് 3 നല്ല ബുക്സ് ആണ്. അപ്പം നിങ്ങൾ അത്യാവശ്യം നോക്കി അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി അതേപോലെ ലേറ്റസ്റ്റ് എഡിഷൻ വാങ്ങാൻ ശ്രമിക്കുക. എപ്പോൾ വാങ്ങിയാലും ലേറ്റസ്റ്റ് എഡിഷൻ വാങ്ങാൻ ശ്രമിക്കുക. കാരണം അപ്ഡേറ്റഡ് ആയിരിക്കണം എപ്പോഴും നമ്മൾ. പിന്നീട് വരുന്നത് ജനറൽ സയൻസിലേക്കാണ്. അപ്പോൾ ജനറൽ സയൻസിലേക്ക് വരുമ്പം നമുക്കറിയാം നമ്മൾ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കുകളെ തന്നെയാണ്. നമുക്ക് ബേസിനായിട്ട് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കുകളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആവണമെങ്കിൽ തന്നെ NCERTയുടെ ബുക്സ് റെഫർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നീട് ലൂസന്റിന്റെ ജനറൽ സയൻസിന്റെ ബുക്കിനകത്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ബേസ് തൊട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ആ ബുക്കും വായിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബേസ് തൊട്ട് ഒരു ഐഡിയ കിട്ടും. പിന്നീട് വരുന്നത് ഗോഡ് ഫാദറിന്റെ ബുക്കാണ്. അതും നല്ലൊരു ബുക്കാണ്. സയൻസിനായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയ നല്ലൊരു ബുക്കാണ് ഗോഡ് ഫാദറിൻ്റെതും. പിന്നീട് YCTയുടെ ബുക്സ് ഉണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ നമുക്കറിയാം റെയിൽവേ എക്സാംസിന് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ YCTയുടെ ബുക്സ് നോക്കുവാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ എക്സാം വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു സാധ്യത വർദ്ധിക്കുകയാണ്. അപ്പം YCTയുടെ ബുക്സും അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. ജനറൽ സയൻസ് നല്ലൊരു ബുക്കാണ്. അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. അതിൽ നമുക്ക് YCTയുടെ ബുക്ക് തന്നെ നോക്കാം. കാരണം നമുക്ക് അറിയാം ഒന്ന് ബേസ് ഒക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് റീസണിങ്ങിലും മാത്സിലും വേണ്ടത്. അപ്പം നമ്മൾ ഈ YCTയുടെ ബുക്സ് ആണെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് കിട്ടും. പിന്നീട് പിനാക്കളിൻ്റെ റീസണിങ്ങിൻ്റെ ബുക്കിനകത്ത് നമുക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് നമ്മുടെ സ്പീഡൊക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം YCTയുടെ ബുക്സും പിനാക്കളിൻ്റെ ബുക്കും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുന്നത് GK ബുക്സ് ആണ്. നമുക്കറിയാം ALPയുടെ കേസിൽ GKക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം 10 മാർക്കാണ് ജനറൽ അവയർനെസ്സിന് വരുന്ന ആ ടോപ്പിക്കിന് വരുന്ന മാർക്ക് എന്ന് പറയുന്നത്. ആ 10 മാർക്കിൽ ഒരു 5-6 മാർക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിരിക്കും. പിന്നീട് വരുന്ന മാർക്കിനായിട്ടാണ് നമ്മൾ GK എന്ന് പറയുന്നൊരു വൈഡ് ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളത് സെലക്റ്റീവായിട്ട് പഠിക്കുക. ഞാനൊരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ച GK ക്വസ്റ്റ്യൻസ് തന്നെ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ചിലർക്ക് ബേസ് തൊട്ട് വേണം, കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് നമുക്കറിയാം കിരൺസ് പബ്ലിക്കേഷൻ്റെ ജനറൽ നോളജ് എന്ന് പറയുന്ന ബുക്ക് നല്ല ബുക്കാണ്. അത് 1 ലൈനർ ആണ്. കംപ്ലീറ്റ് എല്ലാ GK ടോപ്പിക്കുകളും അതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നീട് ലൂസന്റിന്റെ ജനറൽ നോളജ് ഉണ്ട്. അതേപോലെ ഗോഡ് ഫാദറിന്റെ സ്റ്റാറ്റിക് GKയുടെ ബുക്ക് നല്ലതാണ്.
പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ PYQs നമ്മൾ PYQs ഫോക്കസ് ചെയ്യുവാണെങ്കിൽ YCT തന്നെയായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം റെയിൽവേയിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിപ്പോൾ ALP ആയിക്കോട്ടെ, NTPC, ഗ്രൂപ്പ് ഡി, അതേപോലെ JEE, ടെക്നീഷ്യൻ എന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസ് ആ ബുക്സിൽ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങളത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് ഞാൻ പറഞ്ഞു ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് 10 മാർക്കാണ് വരുന്നതെന്ന്. അതിൽ 5-6 മാർക്കും നമുക്ക് 2024 ALP എക്സാം നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. കറണ്ട് അഫയേഴ്സിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പം കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം പഠിക്കാൻ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്കൊരു 5-6 മാർക്ക് അവിടെ തന്നെ നമ്മൾ സേഫ് ആവും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നല്ല ബുക്കാണ് പിനാക്കിളിന്റെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ബുക്ക്. അത് നമ്മൾ ലേറ്റസ്റ്റ് എഡിഷൻ വാങ്ങുക. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം അതിൽ കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ടോപ്പിക്കുകൾ അനുസരിച്ച് എല്ലാ ടോപ്പിക്കുകളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ പേഴ്സൺ ഇൻ ന്യൂസ്, പ്ലേസ് ഇൻ ന്യൂസ്, നാഷണൽ അഫയേഴ്സ്, അങ്ങനെ എല്ലാം ആ ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങളത് വായിക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ബുക്സുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈമിൽ യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ALPക്കായിട്ട് CBT1, CBT2 കംപ്ലീറ്റ് കോഴ്സ് അവൈലബിൾ ആണ്. നമുക്കറിയാം CBT2വിന് നമ്മുടെ ട്രേഡ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് CBT2വിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ ആയാലും മെക്കാനിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും അതേപോലെ ഏത് ട്രേഡ് ആയാലും നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ആ ട്രേഡിനെ ബേസ് ചെയ്തിട്ടുള്ള CBT2വിൻ്റെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് CBT1നും CBT2നും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു പേഴ്സണൽ മെന്ററുടെ സപ്പോർട്ട് കിട്ടും. അതേപോലെ വീക്ക്ലി ടെസ്റ്റുകളുണ്ട്. നിങ്ങൾക്കൊരു കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതേപോലെ മോക്ക് ടെസ്റ്റുകൾ. അങ്ങനെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റുകളും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കാരണം നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഒരു 1 വീക്കോട് കൂടി അത് എൻഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണിത്. അപ്പോൾ എല്ലാവരും നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.